ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ഇറാൻ്റെ യുദ്ധത്തിന് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു ഭാഗത്ത് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് വേണ്ടിയും മറുഭാഗത്ത് ഹോർമുസ് കടലിടുക്കിലെ ആശങ്കയുമാണ് ഇപ്പോൾ വ്യാപകമായി പടരുന്നത്. എന്നാൽ ഇതുവരെയും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദ് ടോക്സ് എന്ന പേരിൽ ഒരു സന്ധി സംഭാഷണം നടന്നത്. ഈ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും ആശങ്കയുടെ ഭീതി പടരുന്നത്. ഈ റിപ്പോർട്ടിലേക്ക് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ സമാധാന ചർച്ച നേരിയ പുരോഗതി പോലും ഇല്ലാതെ അലസി പിരിയുകയായിരുന്നു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായി US-ഉം ഇറാനും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിൽ മുഖാമുഖം നടത്തിയ ചർച്ചയാണ് ഇസ്ലാമാബാദിൽ നടന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബ് ബാഫും മുഖാമുഖം ഇരുന്ന് സംസാരിച്ചു എന്നത് തന്നെ ഈ യുദ്ധകാലത്തെ വലിയൊരു നയതന്ത്ര മുന്നേറ്റമാണ്. ഇത് പരാജയപ്പെട്ടെങ്കിലും സമാധാന ചർച്ചകൾ തുടരും എന്നത് ആശ്വാസകരമാണ്. ഇസ്ലാമാബാദ് ടോക്സ് എന്ന ചർച്ചാ മേശയിൽ ഇസ്രായേലിന് പുറമെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇടം നൽകിയിരുന്നില്ല. എങ്കിലും ആകാംക്ഷയോടെ കാത്തിരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇസ്ലാമാബാദ് ടോക്സ് നിരാശയായിരുന്നു ഫലം. പാകിസ്ഥാനിൽ നടന്ന ആദ്യഘട്ട സമാധാന ചർച്ചകൾ ലോകത്തിന് ചെറിയൊരു പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ തർക്ക വിഷയങ്ങളിൽ ധാരണയിലെത്താൻ ഇരുപക്ഷത്തിനും സാധിച്ചില്ല എന്നത് പാകിസ്ഥാനും വലിയ ക്ഷീണമായി. 21 മണിക്കൂർ നീണ്ട ചർച്ച പരാജയപ്പെട്ടപ്പോൾ US സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാക്കുകൾ ഈ നിരാശയെ അടിവരയിട്ടു. Whatever shortcomings of the negotiation, it wasn't because of the Pakistanis who did an amazing job and really tried to help us and the Iranians bridge the gap and get to a deal. We have been at it now for 21 hours and we've had a number of substantive discussions with the Iranians. That's the good news. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിട്ടതിനേക്കാൾ ശക്തമായാണ് പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തിയത്. 4 ആഴ്ചയിലേറെ നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിലേക്ക് 850 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചത്. എന്നാൽ 6 ഗൾഫ് രാജ്യങ്ങളിൽ UAE-ലേക്ക് മാത്രം 2256 ഡ്രോണുകളും 563 മിസൈലുകളും ഇറാൻ അയച്ചിരുന്നു. ഇവയിൽ 90% UAE പ്രതിരോധിച്ചു എന്നത് സത്യമാണ്. ഇതിന് പ്രധാന കാരണം മിസൈലുകളുടെ ദൂരപരിമിതിയാണ്. കാരണം 2000-ഓളം കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിലേക്ക് എത്താവുന്ന ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശം അധികം ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഹ്രസ്വദൂര മിസൈലുകൾ വേണ്ടുവോളം ഇറാന്റെ കൈവശം ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയിലേക്കും ഒമാനിലേക്കും താരതമ്യേന പരിമിതമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. എന്നാൽ ഇറാനോട് കടുത്ത നിലപാട് വേണമെന്ന അഭിപ്രായത്തിലാണ് UAE ഉൾപ്പെടെയുള്ള ചില ഗൾഫ് രാജ്യങ്ങൾ. അതിനാൽ ഇതുവരെയുള്ള ആക്രമണം ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായുള്ള ഭാവി ബന്ധങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം.
ഹോർമുസിൻ്റെ കടലിടുക്കിൽ US-ന്റെ ഉപരോധം തുടരുകയാണ്. ഇറാന്റെ കപ്പലുകളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നു. എന്നാൽ മറുഭാഗത്ത് തിരിച്ചടിക്കുമെന്ന് ഇറാനും ഭീഷണി ആവർത്തിക്കുകയാണ്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജലപാത എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കാണ് ഇപ്പോൾ യുദ്ധമുഖമായി മാറാൻ പോകുന്നത്. 800ഓളം കപ്പലുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇനി ഈ റിപ്പോർട്ട് കാണാം. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ ഒഴുക്ക് വീണ്ടെടുക്കാൻ ഹോർമുസിലെ ആശങ്ക പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇവിടെ ആശങ്ക വിട്ടൊഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വെറുമൊരു ജലപാത മാത്രമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസനാളം കൂടിയാണ്. കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് US-ഉം ഇറാനും പരസ്പരം അവകാശവാദം മുഴക്കുകയാണ്. ഇതും സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക 2026 മിഡ് ടേം ഇലക്ഷന് ഒരുങ്ങുകയാണ്. അതിനാൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ട്രംപിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. യുദ്ധം ഇറാന്റെ സൈനിക ശേഷിക്ക് ഇതുവരെ കാര്യമായ പോറൽ ഏറ്റിട്ടില്ല. അതിനാൽ ഇറാനിലെ ഭരണം അട്ടിമറിക്കുകയോ ആണവ പദ്ധതി പൂർണ്ണമായി അവസാനിപ്പിക്കുകയോ ചെയ്യുക എന്നത് ട്രംപിന്റെ ലക്ഷ്യങ്ങളാണ്. എന്നാൽ ഈ ലക്ഷ്യങ്ങളിൽ ട്രംപ് ഇതുവരെ എത്തിയിട്ടുമില്ല. ഇതും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക ട്രംപ് ഭരണകൂടത്തിനുണ്ട്. Right now we have a blockade. They're doing no business. I didn't like seeing boats come out if they were doing business with Iran, but if they weren't, no boats came out. So now Iran is doing absolutely no business. അതേസമയം മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ലോകത്തെ 3 കോടി ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് UN റിപ്പോർട്ടും പുറത്തുവന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ലോകത്തെ 162 രാജ്യങ്ങളിലായി ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ US പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബാധിച്ച രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. നിലവിലെ ഹ്രസ്വകാല സംഘർഷം മൂലം 8 മാസം വരെ ഈ പ്രത്യാഘാതങ്ങൾ നീണ്ടു നിൽക്കാം. നിലവിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിട്ടും ആഘാതങ്ങൾ വലിയ രീതിയിൽ കുറയുന്നില്ല. അതിനാൽ ഈ അനിശ്ചിതാവസ്ഥ കൂടുതൽ കാലം തുടരുമ്പോൾ ദുർബല രാജ്യക്കാർ ദാരിദ്ര്യത്തിലേക്ക് കൂടുതലായി വീഴുമെന്നും വികസന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ചില ഇടപെടലുകളും ചേർത്ത് പിടിക്കലും വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് പുത്തൻ ഊർജമായി മാറിയിരിക്കുകയാണ്. അതിനാൽ വെല്ലുവിളികളെ മികച്ച അവസരമാക്കി മുന്നോട്ടു പോകുക എന്നത് മികച്ച നയവും തന്ത്രവും ഇറക്കി ഗൾഫിലെ മലയാളി വാണിജ്യ വ്യാപാര സമൂഹം ഈ പ്രതിസന്ധിയെ അവസരങ്ങളാക്കി മാറ്റുകയാണ്. ഒരു പ്രത്യേക ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളും ഈ രാജ്യവുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്, നമ്മളിതെല്ലാം മറികടക്കും. നമ്മളുടെ മുന്നിൽ ഇതിൻ്റെ മുൻ വർഷങ്ങളിലും മറ്റ് ചാലഞ്ചുകൾ വന്നിരുന്നു. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് അതിലും ബെറ്ററായി മാർക്കറ്റും അതിലും ബെറ്ററായി സാഹചര്യങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായ ഒരു വിഷയമാണെന്നും ഇവിടുത്തെ ലീഡർഷിപ്പും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യലും വളരെ കാര്യക്ഷമമായി തന്നെ വളരെ പ്രോആക്റ്റീവായി വളരെ ട്രാൻസ്പെറൻ്റായി നമുക്ക് സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
വളരെ വലിയ കോൺഫിഡൻസ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്, ഇത് ഒരു ടെമ്പററി സിനാരിയോ മാത്രമാണ് എന്നും മാർക്കറ്റ് പഴയതിലും ബെറ്ററായി തന്നെ തിരിച്ചു വരുമെന്നും. മുൻകാലങ്ങളിലെ ചരിത്രമെടുക്കുകയാണെങ്കിൽ ഇത്തരം ചാലഞ്ചുകൾ ഓപ്പർച്യൂണിറ്റി ആക്കിയ ആളുകളാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും നന്നായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബിസിനസ്സും മറ്റും ചെയ്യുന്ന ആളുകളോട് നമ്മളുള്ള റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുക. മാർക്കറ്റ് ഇതിലും ബെറ്ററായി തിരിച്ചു വരും. ഇതൊരു ടെമ്പററി സാഹചര്യം മാത്രമാണ്. ഈ സമയത്ത് കച്ചവടം ലാഭമോ നഷ്ടമോ അതല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളെ ഇക്കൻ്റെ നാൾ സഹായിച്ചിരുന്ന ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഈ സമയത്തും ഭക്ഷണം സുരക്ഷിതമായി സമയത്തിൽ കൊടുക്കുക എന്ന വലിയ ദൗത്യവും ഉത്തരവാദിത്വവും ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് ഇന്നു വരെയും ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഒരു സാധനത്തിന് ഷോർട്ടേജ് ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന മാതിരി ഒരു സാധനങ്ങളും അൺഅവൈലബിലിറ്റി ഇല്ല, എല്ലാം അവൈലബിളാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സാധനം അവൈലബിൾ ഹിയർ ആൻഡ് ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് എനി ഫുഡ് പ്രൊഡക്ട്സ് ആസ് ഐ മെൻഷൻ ബിഫോർ. അപ്പോൾ ഈ സന്ദർഭത്തിൽ സാധനങ്ങൾ അവൈലബിൾ ആവണം, ആളുകൾക്ക് പാനിക് ഉണ്ടാവാൻ പാടില്ല. എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ സ്റ്റോക്കുണ്ട്. ഞങ്ങളുടെ ബിഗ് വെയർ ഹൗസസ് ദുബായ്, അബുദാബി, ദുബായ്, ഷാർജ, ഫുജേറ, എല്ലാ എമിറേറ്റിലും ഞങ്ങളുടെ വെയർ ഹൗസസ് ഫുള്ളാണ്. വാണിജ്യ വ്യാപാര മേഖലയ്ക്ക് വലിയ കരുത്ത് പകരുന്നതാണ് ഇത്തരം വാക്കുകൾ. യുദ്ധകാലത്ത് വിദ്വേഷത്തിന്റെ വാക്കുകൾക്കും വിവാദങ്ങൾക്കും അപ്പുറം നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇത്തരം കരുത്തുറ്റ വാക്കും പ്രവൃത്തിയും ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. മനുഷ്യനെ ദുരിതപ്പെയ്ത്തുകൾ മാത്രമാണ് ഓരോ യുദ്ധങ്ങളും നൽകുന്നത്. അതിനാൽ യുദ്ധത്തിന് വിനാശം എന്ന അർത്ഥം കൂടി നൽകേണ്ടതുണ്ട്. ഇവിടെയാണ് അനുരഞ്ജനം, വിട്ടുവീഴ്ച എന്നീ വാക്കുകൾക്ക് ഏറെ പ്രസക്തി കൂടുന്നത്. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് കോസ്റ്റ്യൂം കർട്ടസി ബൈ അലൻ സോലി ഷർട്ട്സ്.